മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് കെ ടി സ്വാലിക് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സ്വാലിക്, ഏകദേശ ധാരണ എന്ന് പറയുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ എന്നത് സംബന്ധിച്ച് ഏകദേശ ചിത്രം ലഭ്യമായിട്ടുണ്ടോ? അരുൺ, തീർച്ചയായും മുസ്ലിം ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് അത് സംബന്ധിച്ച് ഒരു ചർച്ച മാത്രമാണ് അവശേഷിക്കുന്നത്. 3 തവണ മത്സരിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്നാണ് പാർട്ടിയുടെ പൊതു തീരുമാനമെങ്കിലും സംസ്ഥാന ഭാരവാഹികൾക്ക് ചെറിയ ഇളവ് നൽകുന്നുണ്ട്. നിലവിൽ പ്രധാനമായും മഞ്ചേരിയിൽ നിന്നുള്ള MLA M ഉമ്മർ, അതുപോലെ കോട്ടക്കൽ MLA അബ്ദുസമദ് സമദാനി തുടങ്ങിയവർക്ക് അത് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച KNA ഖാദർ തുടങ്ങിയവർക്കാണ് ഇത്തവണ സീറ്റ് നൽകാതിരിക്കുന്നത്. ഏറനാട് നിലവിലെ MLA ആയ PK ബഷീർ തന്നെ മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുള്ളത്. മഞ്ചേരിയിൽ മുൻ നഗരസഭാ ചെയർമാനായിരുന്ന വല്ലാഞ്ചിറ മുഹമ്മദ് അലിയോ അതല്ലെങ്കിൽ PM സാദിഖ് അലിയോ മത്സരിക്കും. നിലവിലെ മലപ്പുറം MLA P ഉബൈദുള്ള കൊണ്ടോട്ടിയിൽ മത്സരിക്കും. പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ പെരിന്തൽമണ്ണയിൽ മത്സരിക്കും. ഒരു വ്യത്യാസമുള്ളത്, പെരിന്തൽമണ്ണയിൽ സലീം കുരുവമ്പലം മണ്ഡലം സെക്രട്ടറിയാണ് മുസ്ലിം ലീഗിന്റെ. സലീം കുരുവമ്പലം പെരിന്തൽമണ്ണയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. തിരൂരിൽ നിലവിലെ MLA ആയ C മമ്മൂട്ടിയും താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും തുടരും. കോട്ടക്കൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അബ്ദുസമദ് സമദാനി ജയിച്ച കോട്ടക്കൽ മണ്ഡലത്തിൽ മഞ്ഞളാംകുഴി അലിയാണ് ഇത്തവണ മത്സരിക്കുക. മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വലിയ മെജോറിറ്റിയുള്ള മലപ്പുറം മണ്ഡലത്തിൽ KPA മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ മത്സരിക്കും. അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചു വരികയാണ്. വേങ്ങര മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ തുടരും. PK അബ്ദുൾ റബ്ബ് തിരൂരങ്ങാടിയിലും, കോഴിക്കോട് 2-ൽ MK മുനീറും, കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞും മത്സരിക്കും. വള്ളിക്കുന്ന് KNA ഖാദർ മത്സരിച്ച വള്ളിക്കുന്ന് മണ്ഡലത്തിൽ CK സുബൈറിനാണ്, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ CK സുബൈറിനാണ് സാധ്യത നൽകുന്നത്. തിരുവമ്പാടിയിൽ PKK ബാവയാണ് മത്സരത്തിനിറങ്ങുക. കുന്നമംഗലത്ത് സംവരണ സീറ്റാണ് UC രാമനാണ് മത്സരിച്ചിരുന്നത്. പ്രാദേശിക ഘടകത്തിന് UC രാമന്റെ കാര്യത്തിൽ ചെറിയ എതിർപ്പുണ്ട്. ഇത് ലീഗിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ N ഷംസുദ്ദീനും അഴീക്കോട് KM ഷാജിയും തുടരും. കാസർഗോഡ് NA നെല്ലിക്കുന്ന് തന്നെയാണ് മത്സരിക്കുക. മഞ്ചേശ്വരത്ത് AA ബഷീറിന്റെ പേരാണ് നിലവിൽ സ്ഥാനാർത്ഥിയായ അബ്ദുൾ റസാഖിന് MLA ആയ അബ്ദുൾ റസാഖിന് സീറ്റുണ്ടാവാനുള്ള സാധ്യതയില്ല. കുറ്റ്യാടിയിൽ സൂപ്പി നരിക്കാട്ടേരിയാണ് മത്സരിക്കുന്നത്. മങ്കട മലപ്പുറം ജില്ലയിലെ മലപ്പുറം നഗരസഭ മുൻ ചെയർമാനായിരുന്ന KP മുഹമ്മദ് മുസ്തഫയ്ക്കാണ് സീറ്റ് നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ മറ്റൊരു സീറ്റ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത് തവനൂർ മണ്ഡലമാണ്. അതിന് പകരമായി മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസിന് നൽകും. KMCC നേതാവ് കൂടിയായ ബാവ ഹാജി തവനൂരിൽ മത്സരിക്കാനാണ് ഏകദേശ ധാരണയായിട്ടുള്ളത്. കരുനാഗപ്പള്ളിയിൽ RSPക്ക് ഇരവിപുരം സീറ്റ്, മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഇരവിപുരം സീറ്റ് RSPക്ക് നൽകും. അതിന് പകരമായി കരുനാഗപ്പള്ളി സീറ്റാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ശ്യാം സുന്ദറിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അരുൺ, സ്വാലി, ഈ സംഘടനാ തലത്തിൽ നിന്ന് പാർലമെന്ററി തലത്തിലേക്ക് വരുന്ന പുതിയവർ ആരൊക്കെയാണ്? സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ പുതുമുഖങ്ങളുടെ കൂട്ടത്തിൽ CK സുബൈറിന്റെ പേരാണ് ഉള്ളത്. PK ഫിറോസ്, അതുപോലെ PM സാദിഖ് അലി തുടങ്ങി യൂത്ത് ലീഗിന്റെ നേതാക്കളുടെ പേരും നേരത്തെ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ലിസ്റ്റിലുള്ളത് PM സാദിഖ് അലിയുടെയും അതുപോലെ പുതുമുഖം സലീം കുരുവമ്പലം ആണ്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറിയാണ് സലീം കുരുവമ്പലം. നേരത്തെ മങ്കടയിൽ നിന്ന് മത്സരിച്ച 25 വർഷത്തോളം മങ്കടയുടെ MLA ആയിരുന്നു KPA മജീദ്. അതിനുശേഷമാണ് അദ്ദേഹം പാർലമെന്ററി രംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്നത്. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പാർട്ടിയുടെ അദ്ദേഹം വീണ്ടും മത്സര രംഗത്തേക്ക് തന്നെ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യത ഉറപ്പുള്ള ഒരു സീറ്റ് തന്നെ ജനറൽ സെക്രട്ടറിക്ക് നൽകാനാണ് ലീഗ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം മണ്ഡലം തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം, UDFിലെയും എക്കാലത്തെയും വലിയ ഭൂരിപക്ഷമായിരുന്നു P ഉബൈദുള്ള MLAക്ക് കിട്ടിയത്. 45,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിനേക്കാൾ 10,000 വോട്ട് കുറവായിരുന്നു തൊട്ടടുത്ത LDF സ്ഥാനാർത്ഥി ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഉറപ്പുള്ള ഒരു
സീറ്റാണ് മലപ്പുറം മണ്ഡലം. അവിടെയാണ് KPA മജീദ് മത്സരിക്കുന്നത്. വേങ്ങരയിൽ അതുപോലെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള വേങ്ങര മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ തുടരും. അരുൺ.